നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ ദില്ലി യാത്ര നടത്തിയത് എന്തിന്? സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് ഒരു സംസ്ഥാന അധ്യക്ഷൻ, KPCC പ്രസിഡന്റ് എന്ന് പറയും. ഈ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ കുറേ നാളുകളായി ഇല്ല. പേരിന് സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിയായി. അദ്ദേഹം ഇപ്പോൾ വൈദ്യുത വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ സമയ KPCC അധ്യക്ഷനെ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴുള്ളത്. സണ്ണി ജോസഫ് തന്നെ നേരിട്ട് പരസ്യമായി അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. താൻ KPCC അധ്യക്ഷനായിരുന്നു, എന്നാൽ ഇപ്പോൾ മന്ത്രിയാണ്. മന്ത്രി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുള്ള ഒരു വകുപ്പ് കൂടിയാണ് വൈദ്യുതി വകുപ്പ്. നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് KPCC അധ്യക്ഷൻ എന്ന പദവിക്ക് അനുസരിച്ചിട്ടുള്ള ജോലികളും മന്ത്രി എന്ന രീതിയിലുള്ള ജോലികളും ഒരുമിച്ച് കൊണ്ടുപോകാൻ തനിക്കെന്തായാലും പറ്റുന്നില്ല. അങ്ങനെ പറ്റുന്ന ഒട്ടനവധി ആൾക്കാരുണ്ടാകാം, പക്ഷെ തനിക്കെന്തായാലും അതിന് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന ചുമതലകളൊന്നുമില്ലാത്ത MP-യോ MLA-യോ മന്ത്രിയോ അങ്ങനെ ആരുമല്ലാത്ത ഒരു പാർട്ടി നേതാവിനെ, പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ KPCC അധ്യക്ഷനാക്കണമെന്ന് സണ്ണി ജോസഫ് തുറന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ട് തന്നെ 2 മാസം കഴിയുന്നു. ഇപ്പോഴും പുതിയ KPCC അധ്യക്ഷനെ നിയമിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കാണ്. KPCC അധ്യക്ഷ പദവി ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണമെന്ന് ഓരോരുത്തരും അവകാശപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവിടെ നടന്ന വടംവലി നമ്മൾ കണ്ടതാണ്. വി.ഡി. സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അടിപിടി കൂടി. കഴിഞ്ഞ 5 വർഷം ഇടതുമുന്നണി സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പാർട്ടിയെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്ന് വി.ഡി. സതീശൻ അവകാശപ്പെടുന്നു. ഘടകകക്ഷികളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും പിന്തുണ തനിക്കാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു വി.ഡി. സതീശൻ്റെ ശ്രമം. പക്ഷേ KC വേണുഗോപാൽ MLA-മാരുടെ പിന്തുണയായിരുന്നു ഉയർത്തിക്കാട്ടിയത്. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ തനിക്കാണ് എന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മാത്രമല്ല, ഹൈക്കമാൻഡിൽ വലിയ പിടിപാടുള്ള നേതാവ് കൂടിയായിരുന്നു KC വേണുഗോപാൽ. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണയുള്ളതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ MLA-മാരുടെ പിന്തുണ മാത്രമല്ല, മറ്റു ചില ഘടകങ്ങൾ കൂടി ഇതാദ്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് പരിഗണിക്കേണ്ടി വന്നു കേരളത്തിൽ. അങ്ങനെയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത്. താനാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നും കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രി സ്ഥാനം വരെ എത്തിയ ഒരു നേതാവ് എന്ന നിലയിൽ തനിക്ക് മുഖ്യമന്ത്രി പദത്തിന് അവകാശമുണ്ട് എന്നും രമേശ് ചെന്നിത്തലയും വാദിച്ചു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദം തനിക്ക് തന്നെ വരും, തന്നിലേക്ക് തന്നെ വരുമെന്ന് ഏറെ പ്രതീക്ഷ വച്ചിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അധികാര വടംവലിയാണ് KC വേണുഗോപാൽ പക്ഷവും വി.ഡി. സതീശൻ പക്ഷവും തമ്മിൽ നടത്തിയത്. ഈ അധികാര വടംവലിക്കിടയിൽ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ താൻ ഉയർന്നു വരുമെന്ന് രമേശ് ചെന്നിത്തല പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വഴങ്ങി. അങ്ങനെ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രി പദം ത്യജിച്ചതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ KPCC അധ്യക്ഷ സ്ഥാനം വേണം, തങ്ങൾ നിർദ്ദേശിക്കുന്ന വ്യക്തികൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റു ചില ഗ്രൂപ്പുകളും ഈ KPCC അധ്യക്ഷ സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ട്. അരുവിക്കര മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ VS ശിവകുമാർ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും KPCC അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. ഹൈക്കമാൻഡിൽ വളരെയധികം പിടിപാടുള്ള മറ്റൊരു നേതാവായ കൊടിക്കുന്നിൽ സുരേഷും KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി വലിയ നീക്കങ്ങൾ നടത്തുന്നു. മാത്രമല്ല, ജോസഫ് വാഴക്കൻ, അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ, ഇങ്ങനെയുള്ള ഒട്ടനവധി നേതാക്കന്മാരാണ് KPCC അധ്യക്ഷ സ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരുക്കൾ നീക്കുന്നത്. ഈ നേതാക്കളെല്ലാം വലിയ സമ്മർദ്ദം സംസ്ഥാന നേതൃത്വത്തിന് മേലും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് മേലും നടത്തുന്നുണ്ട്. ഇതുകൊണ്ടാണ് അധികാരത്തിലെത്തി ഇത്രയും നാളായിട്ടും KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടും ഇതുവരെയും KPCC അധ്യക്ഷനെ നിയമിക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയാതെ പോയത്. KPCC അധ്യക്ഷനെ എത്രയും വേഗം തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ ഈ ദേശീയ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ചരടുവലികൾ. കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ നേതാവ് ദീപാദാസ് മുൻഷിയോട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിവെക്കാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം സംഘടനാപരമായ ചില നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ ദില്ലി യാത്ര നടത്തിയത്.
മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചതുകൊണ്ട് മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകളെ പാർട്ടി അധ്യക്ഷനായി വരുമ്പോൾ വി.ഡി. സതീശനെ ഭരിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ചില സമ്മർദ്ദ ശക്തിയായി ഒരു കാരണവശാലും KPCC അധ്യക്ഷൻ മാറാൻ പാടില്ലെന്നും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ഒത്തുനിൽക്കുന്ന, സർക്കാരുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണമെന്നുമാണ് വി.ഡി. സതീശൻ്റെ അഭ്യർത്ഥന. അത് ദേശീയ നേതാക്കളെ കണ്ട് നേരാമണ്ണം അവതരിപ്പിക്കാനും സംസ്ഥാന രാഷ്ട്രീയത്തിലെ സ്ഥിതിഗതികൾ വിവരിച്ചു കൊടുക്കാനുമൊക്കെയാണ് വി.ഡി. സതീശൻ ദില്ലിക്ക് പോയത്. അതായത് ഇവിടെ KSU അടക്കമുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദം വി.ഡി. സതീശൻ നേരിടുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ന പദവി മാത്രമേ വി.ഡി. സതീശന് ഇപ്പോഴും കൈവന്നിട്ടുള്ളൂ. രമേശ് ചെന്നിത്തല വിഭാഗവും KC വേണുഗോപാൽ വിഭാഗവുമെല്ലാം വലിയ സമ്മർദ്ദം വി.ഡി. സതീശനിൽ ചെലുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KSU സർക്കാരിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് എന്ന് വി.ഡി. സതീശൻ ക്യാമ്പ് വിലയിരുത്തുന്നു. കാരണം 2 മാസം പോലും പ്രായമാകാത്ത ഒരു സർക്കാരിനെ, SFI പോലും വിമർശിക്കാത്ത ഒരു സർക്കാരിനെ KSU തന്നെ വിമർശിക്കാൻ നേരിട്ടിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വി.ഡി. സതീശൻ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ ഹൈക്കമാൻഡിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് വി.ഡി. സതീശൻ യാത്ര ചെയ്തത്. മല്ലികാർജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ കണ്ട് തൻ്റെ അഭിപ്രായം തുറന്നു പറയുക എന്നതായിരുന്നു വി.ഡി. സതീശൻ്റെ ലക്ഷ്യം. അതിനായി ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികളൊന്നും ചാർട്ട് ചെയ്തിരുന്നില്ല. നേതാക്കന്മാരെ കാണുക, ചർച്ച നടത്തുക, അതിനുശേഷം വൈകുന്നേരം കേരളത്തിലേക്ക് മടങ്ങുക എന്നത് മാത്രമായിരുന്നു ഇന്നലെ കേരള മുഖ്യമന്ത്രിയുടെ പരിപാടി. പക്ഷേ ദേശീയ നേതാക്കളെല്ലാം ദില്ലിയിൽ വലിയ തിരക്കിലായിരുന്നു. ഇവരെല്ലാം പാർലമെന്റിൽ അലമ്പ് കാണിക്കുന്നതിനായി തയ്യാറെടുക്കുകയായിരുന്നു. പാർലമെന്റ് സമ്മേളിച്ച ആ സമയം മുതൽ തന്നെ നടുത്തളത്തിലിറങ്ങി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ വലിയ ബഹളവും കോലാഹലവും നടത്തുന്നു. ഇതിനിടയിൽ കേരള മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്താൻ, കേരളത്തിലെ KPCC അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചില ചർച്ചകൾ തുടങ്ങിവെക്കാൻ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും മറ്റ് ദേശീയ നേതാക്കൾക്കുമൊന്നും സമയം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഹൈബി ഈഡനോടൊപ്പം പാർലമെന്റിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നു. പാർലമെന്റിൽ വെച്ച് അവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ച് രാഹുൽ ഗാന്ധിയെ കിട്ടുമെങ്കിൽ ചർച്ച നടത്തിയേക്കാം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. അങ്ങനെ ചില സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നലെ നടന്നിരുന്നു. പക്ഷേ വി.ഡി. സതീശനുമായി ഈ നേതാക്കൾ എങ്ങനെ എപ്പോൾ ഏത് സമയം കൂടിക്കാഴ്ച നടത്തി എന്നൊന്നും ഇതുവരെയും വിവരങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ യാത്ര പാഴായിപ്പോയോ എന്നൊരു സംശയം ഉയരുകയാണ്. രാഹുൽ ഗാന്ധിയെ കാണാനോ വിശദമായോ സംസാരിക്കാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി വി.ഡി. സതീശനെ കണ്ടയുടൻ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടത്താൻ ആഗ്രഹിക്കുന്ന സത്യാഗ്രഹ സമരത്തിലേക്ക് വി.ഡി. സതീശനെ കയ്യും പിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വലിയ പണിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലം അനാഥമായി കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ജനങ്ങൾക്ക് ഈ MP-യെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എതിർപക്ഷമായ BJP രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരാമർശങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പണിയൊന്നുമില്ല. ഏതാണ്ട് 3-4 ആഴ്ചത്തെ വിദേശവാസം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പ് തിരിച്ചെത്തിയതേയുള്ളൂ. പണിയൊന്നുമില്ലാതിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് 4 കോൺഗ്രസ് നേതാക്കളെയും കൂട്ടി പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോയി കുത്തിയിരിക്കാം. അവിടെ ഇരുന്ന് അലമ്പ് കാണിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അങ്ങനെയല്ല. 10 വർഷത്തെ കുത്തഴിഞ്ഞ ഭരണത്തിന് ശേഷം കേരളത്തിൽ ഭരണം നടത്താൻ, അല്ലെങ്കിൽ ഭരണത്തിനെ ഒന്ന് ഓർഡറാക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വകുപ്പുകളിലെ നിയമനങ്ങൾ, എന്തിനേറെ പറയുന്നു, മറ്റു പലതരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ അടക്കം വലിയ വിവാദമാകുന്ന സാഹചര്യമുണ്ട്. ഘടകകക്ഷികളുമായി വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും അധികാര കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ്. മാത്രമല്ല, കേരളത്തിൽ വരാനിരിക്കുന്ന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കൂടിയാലോചനകൾ കേരള മുഖ്യമന്ത്രിക്ക് നടത്താനുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ കേരള മുഖ്യമന്ത്രിയെ കൈപിടിച്ചുകൊണ്ട് സമരപന്തലിലേക്ക് പോവുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അവിടെ വി.ഡി. സതീശനെ കൂടാതെ മറ്റൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം V.K. ശിവകുമാർ എന്ന കർണാടകയുടെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ നമ്മുടെ വി.ഡി. സതീശൻ്റെ അത്രത്തോളം ജോലിഭാരം D.K. ശിവകുമാറിനില്ല. D.K. ശിവകുമാർ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഒരു സർക്കാരിൻ്റെ പകുതി വെച്ചിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. മാത്രമല്ല, അദ്ദേഹത്തെ സഹായിക്കാൻ അവിടെ ഉപമുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും എല്ലാം ഉണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം സർക്കാർ ട്രാക്കിലായ ഒരു സംവിധാനമാണ് കർണാടകയിലുള്ളത്. കാരണം കഴിഞ്ഞ 3 കൊല്ലമായി കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുകയാണ്. അങ്ങനെയല്ല കേരളത്തിൽ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചിത്രങ്ങളിലെല്ലാം
വി.ഡി. സതീശനും രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ്റെ മുഖത്തിൽ നിന്നും വളരെ വ്യക്തമായി വായിച്ചെടുക്കാം അദ്ദേഹം അവിടെ ഏറെ അസ്വസ്ഥനായിരുന്നുവെന്ന്. കേരളത്തിലെ തിരക്കുപിടിച്ച നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ തിരക്കുപിടിച്ച ജോലികൾ അതെല്ലാം ഒഴിവാക്കി കേന്ദ്ര നേതൃത്വത്തോട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ വന്ന തന്നെ ആരും മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ സമരപ്പന്തലിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിയെ അടക്കം ദില്ലി പോലീസ് പൊക്കിയെടുത്ത് വാനിലിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. കേരള മുഖ്യമന്ത്രി അറസ്റ്റിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അദ്ദേഹത്തിന് ഇന്നലത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു വരാൻ കഴിയില്ലായിരുന്നു. വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ചിത്രങ്ങളിൽ വി.ഡി. സതീശൻ. കാരണം ഇതുതന്നെയാണ് കേരളത്തിലെ ഒട്ടനവധി തിരക്കുകൾ, കേരളത്തിൽ ഒരു കാരണവശാലും നിന്ന് തിരിയാൻ സമയമില്ലാത്ത അവസ്ഥ, KSU അടക്കമുള്ള സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതിൽ നിന്നെല്ലാം സമയം കണ്ടെത്തിയാണ് ദേശീയ നേതൃത്വവുമായി സംസാരിക്കാൻ വി.ഡി. സതീശൻ പോയത്. പക്ഷേ അവിടെ നടന്നത് ഇതൊക്കെയാണ്. ഇതിൽ വി.ഡി. സതീശൻ ഇന്നലെ ഏറെ അസ്വസ്ഥനായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കന്മാരും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് സർക്കാരിനെ വല്ലാതെ അസ്വസ്ഥമാക്കി. അതായത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ളത് അതീവ സുരക്ഷാ മേഖലയാണ്. അവിടേക്ക് ഇങ്ങനെ ആർക്കും കൂട്ടം കൂടി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനെ കേന്ദ്ര സർക്കാർ പ്രത്യേക ദൂതനായി അനുനയ ശ്രമം നടത്താനായി ഇവിടേക്ക് അയക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു നാളുമില്ലാതെ പതിവുകളെല്ലാം ലംഘിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സമരപ്പന്തലിലേക്ക് ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് വില നൽകിക്കൊണ്ട് സർക്കാരിൻ്റെ ഒരു പ്രതിനിധി കേന്ദ്രമന്ത്രി തന്നെ രാഹുൽ ഗാന്ധിയുമായി സമരം നടക്കുന്ന സ്ഥലത്തെത്തി ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞങ്ങളെ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കണം എന്ന് മാത്രമായിരുന്നു. ഈ ഒരു ഡിമാൻഡ് നേരെ ജിതേന്ദ്ര സിംഗ് അമിത്ഷായോട് സംസാരിക്കുകയും അമിത്ഷാ ഇതിന് അനുമതി നൽകുകയും പാർലമെന്റിൽ ചർച്ച നടത്താമെന്ന തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം അറിയിക്കാനായി ജിതേന്ദ്ര സിംഗ് വീണ്ടും സമര പന്തലിലേക്ക് വരുന്നു, അല്ലെങ്കിൽ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അവിടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയെ അറിയിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും മറ്റൊരാവശ്യം ഉന്നയിക്കുകയാണ് ചെയ്തത്. അതായത് ചർച്ച നടത്തിയാൽ മാത്രം ഞങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഇത് രണ്ടാം തവണ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആവശ്യമായിരുന്നു. ഇതെന്തുകൊണ്ട് നേരത്തെ ഉന്നയിച്ചില്ല എന്ന് കേന്ദ്രമന്ത്രി ചോദിക്കുന്നു. അത് എപ്പോൾ ഉന്നയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ എവിടെ ഇരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ധാർഷ്ട്യം നിറഞ്ഞ ചില മറുപടികളാണ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അതായത് പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രിയോട് പറഞ്ഞത് എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് തന്നെ അല്പസമയത്തിന് ശേഷം വെളിപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ മലക്കം മറച്ചിലുകൾ, രാഷ്ട്രീയ നാടകങ്ങൾ, പ്രധാനമന്ത്രിയുടെ വസതി എന്ന അതീവ സുരക്ഷാ മേഖലയിൽ പോയി കുത്തിയിരിക്കലുകൾ, ഇതിനൊക്കെയാണ്. അത് സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ കൊണ്ട് സമരത്തിന് ഇരുത്തിയത്. യാതൊരു അനുമതിയുമില്ലാതെ ജനാധിപത്യ വിരുദ്ധമായി പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഈ കേരള മുഖ്യമന്ത്രിയെ അവിടെ കൊണ്ട് രാഹുൽ ഗാന്ധി ഇരുത്തിയത് എന്ന പ്രതിഷേധം കോൺഗ്രസിനകത്ത് തന്നെ പുകയുകയാണ്, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിൽ. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കൂടാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇന്നലെ തന്നെ കേരളത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. അത് ഇന്നലെ ആണോ അതോ ഇന്ന് പുലർച്ചെയാണോ അദ്ദേഹം എത്തിയത് എന്നറിയില്ല. എന്തായാലും ഇന്ന് രാവിലെ ക്യാബിനറ്റ് യോഗം നടന്നു. ആ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് ഈ ക്യാബിനറ്റ് യോഗത്തിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു. എന്തായാലും കേരള മുഖ്യമന്ത്രിക്ക് ഇന്നലത്തെ ദിവസം അത്ര നല്ല ദിവസമായിരുന്നില്ല. ദില്ലിയിലേക്ക് പോയത് വലിയ പ്രതീക്ഷകളോടുകൂടിയായിരുന്നു. ആ പ്രതീക്ഷകളൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം പോലും സാധ്യമാകാതെ നിരാശനായി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങി എന്നാണ് റിപ്പോർട്ട്.